ഓണം കഴിഞ്ഞുള്ള കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് സെപ്റ്റംബർ 23-ന് 1000 കോടി രൂപയ്ക്കായാണ് ചൊവ്വാഴ്ചത്തെ കടപ്പത്ര ലേലം. ഇതോടെ സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 4,99,091 കോടിയായി ഉയരും. ജനം ബ്രേക്കിംഗ്. കടമെടുത്ത് മുടിയുന്ന കേരളം എന്ന പ്രയോഗത്തിന് തന്നെ പ്രസക്തിയില്ലാതാക്കി മുന്നോട്ട് പോകുകയാണ് സംസ്ഥാനം. തട്ടിയും മുട്ടിയും ഓണം കടന്നുകൂടിയതിന് പിന്നാലെയാണ് പുതിയ കടമെടുപ്പ്. 1000 കോടിക്കായുള്ള കടപ്പത്ര ലേലം സെപ്റ്റംബർ 23-ന് മുംബൈയിൽ നടക്കും. ഓണക്കാല ചെലവുകൾക്കായി 4000 കോടി സെപ്റ്റംബർ 2-ന് കടമെടുത്തിരുന്നു. പുതിയ കടപ്പത്ര ലേലം കൂടി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 28,000 കോടിയായി മാറും. കേരളത്തിന്റെ ആകെ കടബാധ്യത 5 ലക്ഷം കോടിയുടെ തൊട്ടടുത്ത് 4,99,091 കോടി എന്ന നിലയിലേക്കും ഉയരും. ഇതോടെ ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുണ്ടാകുക വെറും 1,799 കോടി മാത്രമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സർക്കാരിന് ദൈനംദിന ചെലവുകൾ നടത്താൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സാരം. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ തുടങ്ങിയ ചെലവുകൾക്ക് പണമില്ലാതായാൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വലിയ പ്രതിസന്ധിയാകും. ഖജനാവ് കാലിയായതോടെ ഓഗസ്റ്റ് 19 മുതൽ സംസ്ഥാനത്ത് കടുത്ത ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ദൈനംദിന ബില്ലുകളുടെ പരിധി 25 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം രൂപയായിട്ടാണ് കുറച്ചത്. 10 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതിയും വേണം. നിലവിലത്തെ സാഹചര്യത്തിൽ ട്രഷറി നിയന്ത്രണം കൂടുതൽ കർശനമാക്കിയേക്കുമെന്നും ആശങ്കയുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.